ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? റാഹത്തല്ലേ? ഇതൊരു ചീസ് ബോംബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ബി ലബാൻ, സൈ ലബാനിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ബോംബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മെൽറ്റായതിന് ശേഷം നമ്മളുടെ കുനാഫഡോ ഉണ്ടല്ലോ, കുനാഫഡോ ഇട്ട് കൊടുക്കാം. കുനാഫഡോ ഇല്ലെങ്കിലും പ്രശ്നമില്ല, നൈസായിട്ടുള്ള വെർമിസെല്ലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതി. കുനാഫഡോ ആയാലും വെർമിസെല്ലി ആയാലും കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ റോസ്റ്റ് ചെയ്യുക ബട്ടറിലിട്ടിട്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ആ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം പിസ്താഷ്യോൻ്റെ സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ മൊമെൻസിൻ്റെ പിസ്താഷ്യോൻ്റെ സ്പ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ പിസ്താഷ്യോൻ്റെ സ്പ്രെഡ് എടുത്തിട്ട് ഈ കുനാഫയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലോട്ട് ക്രീം ചീസ് എടുത്തിട്ട് അതിൽ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡർ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഷുഗറൊന്ന് ആ ചീസിലോട്ടൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ബൗൾ എടുത്തിട്ട് ആ ബൗളിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഈ കുനാഫയുടെ മിക്സ് എന്ത് ചെയ്യുക, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ സൈഡിലും ആ ബൗളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്രീം ചീസിൻ്റെ മിക്സ് എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുറച്ച് കുനാഫഡോ അല്ലെങ്കിൽ വെർമിസെല്ലി പിസ്താഷ്യോൻ്റെ ഒരു ബോട്ടിലിനെ മേടിച്ചാൽ നമുക്ക് 3-4 വട്ടമൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ബൗളിലോട്ട് ഈ ക്രീം ചീസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ തന്നെ കുറച്ച് കുനാഫയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു കവറാവുന്ന രീതിയിൽ കേട്ടോ, കവറാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ 2 hours വെക്കാം. വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, 2 hours കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഒരു ഭംഗിയിൽ ഏതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ, ലൈക്ക് ഡയറി മിൽക്ക് അങ്ങനത്തെ ചോക്ലേറ്റാണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ പിസ്താഷ്യോൻ്റെ സ്പ്രെഡൊന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ബോം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവുകയും ചെയ്യും. കുറച്ച് കുനാഫഡോയും ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ ഡയറി മിൽക്കും പിസ്താഷ്യോൻ്റെ സ്പ്രെഡ് ഒരു ബോട്ടിൽ മേടിച്ചാൽ തന്നെ 3 പ്രാവശ്യം ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മക്കൾക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.